വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തു. ആ വീഡിയോനെ കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കുറേ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ചില സ്ഥിരം നമ്മൾ ആൾക്കാർ ചോദിച്ചു, സാറേ ഒന്ന് രണ്ട് സജഷൻസ് ഞങ്ങൾക്ക് പറയാനുണ്ട്. വേറെ ഒന്നുകൊണ്ടൊന്നല്ല, ഞങ്ങൾ കേട്ട ചില വാർത്തകളാണ്. ആ വാർത്തകൾ സാറിന് അറിയാമോ, അറിയുമെങ്കിൽ അതിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അതല്ല, ഈ സിനിമാ രംഗത്ത് ഈ പ്രേക്ഷകർക്ക് ആരാധന ഉണ്ടായിരിക്കാം, പക്ഷെ സിനിമയിലെ നടികൾക്ക് നടന്മാരോട് ആരാധന ഉണ്ടായിരിക്കും. ചിലർക്ക് അവരിൽ നിന്ന് ഗർഭം ധരിച്ച് കുട്ടികളെ പ്രസവിക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്കിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ? സിനിമ കാണുമ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ പോരെ. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ വ്യക്തിനിഷ്ഠം കൂടിയാണത്. ഞങ്ങളുടെ ആരാധകരാണവർ, ഞങ്ങൾക്ക് അറിയണ്ടേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ട കഥകളിൽ ചിലതൊക്കെ ശരി തന്നെയാണ്. ഞാൻ പേരൊന്നും പറയില്ല, പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് അവരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം മലയാള സിനിമയിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാർ, ആ സൂപ്പർ സ്റ്റാറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആദ്യകാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിനോട് ഒരു നീരസമുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അവരുടെയും പ്രിയപ്പെട്ട നടനായി അദ്ദേഹം മാറി. അങ്ങനെയുള്ള നടനെ പുതുതായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു തീവണ്ടിയുടെ കഥ പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന നായിക തുല്യമായ ഒരു നടി ആ ആരാധന മൂത്തു. അഭിനയിക്കുന്നതിനിടയിൽ അവർ മനസ്സിൽ രഹസ്യം സൂക്ഷിച്ചു, ഈ നടൻ്റെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം. അവർ അവിവാഹിതയാണ്, കല്യാണം തീരുമാനിച്ചിട്ടില്ല, ആലോചന വന്നിട്ടില്ല, എങ്കിലും അവരുടെ മനസ്സിലിതായിരുന്നു. അവർ ആ നടനിൽ നിന്ന് ഗർഭം ധരിച്ച് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ആ നടൻ അത് അബോർട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അവർ സമ്മതിച്ചില്ല. അങ്ങനെ വളരെയേറെ പലരുടെയും സ്വന്തം വീട്ടുകാരുടെ അടക്കം നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആ നടി അബോർട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ അവർ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോയത്. ഈ മറ്റൊരു സംഭവം വെച്ചാൽ, ഈ എറണാകുളം ബേസ് ചെയ്തിട്ടുകൊണ്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പ്രത്യേകിച്ച്, അതായത് ഇങ്ങനെ അവിഹിത ഗർഭം ധരിച്ച് വരുന്നവരുടെ ഗർഭമെല്ലാം അബോർട്ട് ചെയ്ത് പോകുന്ന സംഭവമാണത്. ആ അബോർട്ട് ചെയ്യുന്ന നല്ല എമൗണ്ടും വാങ്ങും, ഇത് പുറത്താരും അറിയില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്യും, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എന്തും ചെയ്തു കൊടുക്കാം, പക്ഷെ അബോർഷന് മുമ്പ് ഞാൻ ഈ നടിയുമായിട്ട് ഒരു ആസ്വാദന നിലവാരത്തിലെത്തും എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വേറെ വാർത്തയുണ്ട്. മലയാള സിനിമയിൽ ഇതുമാതിരി പുതിയതായിട്ട് വന്നു, നായിക നടിയായി ദേശീയ അവാർഡ് കിട്ടിയൊരു നടി ഒരു നടനെ പ്രണയിച്ചു. ആത്മാർത്ഥമായ പ്രണയമാണ്. കാരണം ആ നടൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു. ആ നടൻ്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ കഴിയാൻ കഴിയുന്ന ആഗ്രഹം ആ നടിക്കുണ്ടായി. അയാളും കല്യാണം കഴിക്കാമെന്നുള്ളൊരു ഓഫർ കൊടുക്കുകയും ചെയ്തു. കല്യാണം എല്ലാവർക്കും അറിയാം, കല്യാണം കഴിക്കും. അപ്പോൾ ആ നടിയുടെ ചേച്ചി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി നല്ല വിദ്യാസമ്പന്നയാണ്, അവരും ചില സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. നടി ഗർഭിണിയായപ്പോഴാണ് ഈ നടൻ തന്നെ വിവാഹം കഴിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായത്. ഒരു വയലൻ്റായി, ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയായി, സിനിമകളിൽ അഭിനയിക്കാൻ സമയത്ത് വരാറായി. അവർക്ക് ആരോടും ഒരു പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിലായി. അപ്പം അങ്ങനെ ഒരു തവണ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് അവർ ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുന്ന നടൻ്റെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. നടൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടു, അത് രണ്ടുപേരും സൂക്ഷിച്ചിട്ടുള്ളതാണത്, രണ്ടുപേർക്കും സന്തോഷമുണ്ടായിട്ടാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ നടി നടൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുക ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഒന്ന് മലയാളത്തിലൂടെ വന്ന് തമിഴ് തെലുങ്ക് സിനിമയിലെ, അതായത് നായകന്മാരില്ലെങ്കിലും തൻ്റെ പടം മികച്ച സ്കോർ ചെയ്ത് കോടികൾ വാരിക്കൂട്ടും ആ നിലവാരത്തിലേക്ക് എത്തിയ മലയാളത്തിലൊരു ബഹുമുഖ നടിയുണ്ട്. അവര് നിഷ്കളങ്കയാണ്. പക്ഷെ ഈ നടികളൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് അവർ നിഷ്കളങ്കരാണ്. അവർ ജീവിതം അവർക്ക് വലിയ രീതിയിലാക്കി സന്തോഷകരമാക്കണം. ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ വെച്ച് ഇവർ പറയുമ്പോൾ ഇതുമാതിരി ഒരു നടനുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവിടെ രഹസ്യമായിട്ട് സംഭവമാണ്. പക്ഷെ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും ഈ നടൻ അത് എല്ലാവരോടും ഈ നടിയെക്കുറിച്ച് പറഞ്ഞു. അതെങ്ങനെ മോശമായിട്ടാണ് പറഞ്ഞു പറ്റിയെന്നറിയിക്കണം. അത്രയും സംഭവങ്ങൾ ഈ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, പഴയ നടികളെപ്പോലെ പറ്റിക്കാൻ ഇപ്പോഴത്തെ യുവ നടികളെ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്നേഹം പകർന്നു കൊടുക്കൂ.
അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കിടപ്പറയുടെ വാതിൽ തുറന്നു കൊടുക്കൂ. അല്ലാത്ത ഒരു കളിയിലേക്കും അവർ പോകാറില്ല എന്നുള്ളതാണത്. അങ്ങനെ മിടുക്കികളാണത്. കാരണം പഴയ പോലെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്നില്ല. അതേ സമയത്ത് ഇപ്പോൾ എന്താ അവരോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി പറയുകയും കോടതിയിൽ പോവുകയും വിവാദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നില്ലേ? അങ്ങനെ വിവാദങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത്രയും തൽക്കാലം എനിക്ക് പറയാനുള്ളൂ.